വെൽക്കം ടു പ്ലാൻ സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്ന ടോപ്പിക് പാരാസെക്ഷുവാലിറ്റി ആണ്. ഈ ഒരു മൈക്കോളജിയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഫംഗസിലുള്ള ഒരു റീപ്രൊഡക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള പാരാസെക്ഷുവാലിറ്റി എന്താണെന്നുള്ളത്. ഹെട്രോതാലിസം എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹെട്രോതാലിസം ആൻഡ് പാരാസെക്ഷുവാലിറ്റി രണ്ടും ഒരുമിച്ച് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. സോ എന്താണ് പാരാസെക്ഷുവാലിറ്റി നോക്കാം, അതെങ്ങനെയുള്ള ആൾക്കാരിലാണ് കാണുന്നത് എന്നും ഈ ഒരു ക്ലാസ്സിലൂടെ പറയുന്നുണ്ട്. സോ പാരാസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു നോൺ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. അതായത് ചില ഫംഗസിൽ ട്രഡീഷണൽ ആയിട്ടുള്ള സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇല്ലാത്ത ആബ്സെന്റ് ആയിട്ടുള്ള ഫംഗസ് ഉണ്ടാവും. അത്തരം ആൾക്കാരിൽ ജനറ്റിക് റീകോമ്പിനേഷൻ കൊണ്ടുവരണമെങ്കിൽ, ജനറ്റിക്കലി ഡൈവേഴ്സിറ്റി കൊണ്ടുവരണമെങ്കിൽ നടക്കുന്ന ഒരു മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. ഇതൊരു നോൺ സെക്ഷുവൽ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ആണ് പാരാസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടാണ് ഇവിടെ പാരാസെക്ഷുവാലിറ്റി എന്ന് പറയുന്നതിന് കാരണം ഇവിടെ മിയോസിസ് നടക്കുന്നില്ല. മിയോസിസ് നടക്കാതെ തന്നെ ജനറ്റിക് റീകോമ്പിനേഷൻ കൊണ്ടുവരുന്നു. സോ അതുകൊണ്ട് ഇതൊരു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ല, മറിച്ച് ഒരു നോൺ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. പക്ഷേ ജനറ്റിക് റീകോമ്പിനേഷൻ നടക്കുകയും ചെയ്യും. സോ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നാണ് ഈ ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ഹെട്രോകാരിയോട്ടിക് മൈസീലിയം ആണ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോർമേഷൻ ഓഫ് ഹെട്രോകാരിയോട്ടിക് മൈസീലിയം. അതായത് രണ്ട് ഡിഫറെന്റ് ടൈപ്പ് മൈസീലിയം, കൊനീഡിയ ഫോം ചെയ്യുന്ന മൈസീലിയം. മെയിൻലി ഇവ കാണുന്നത് നമ്മളെ ഇംപെർഫെക്റ്റ് ഫംജി എന്ന് പറയുന്ന ഡ്യൂട്ടറോമൈക്കോട്ട എന്ന് പറയുന്ന ആൾക്കാരിലാണ്. പിന്നെ ചില ആസ്കോമൈക്കോട്ടയിലും കാണുന്നുണ്ട്. ഓക്കെ, ഡ്യൂട്ടറോമൈക്കോട്ട എന്ന് പറയുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എൻറ്റയർലി ആബ്സെന്റ് ആണ്. സോ അവർക്ക് ഈ ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ ജനറ്റിക് റീകോമ്പിനേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഡ്യൂട്ടറോമൈക്കോട്ടയിൽ എല്ലാവരിലും പാരാസെക്ഷുവാലിറ്റി ആണ് കാണുന്നത്. സോ എന്താണ് സ്റ്റെപ്പ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് രണ്ട് ഡിഫറെന്റ് സ്ട്രെയിൻസ് തമ്മിൽ അനാസ്റ്റോമോസിസ് നടക്കുകയാണ്. അനാസ്റ്റോമോസിസ് എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ആയിട്ടുള്ള സ്ട്രെയിൻസ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് അനാസ്റ്റോമോസിസ് എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് സ്ട്രെയിൻസ് തമ്മിൽ ഫ്യൂസ് ചെയ്ത് ഒരു സ്ട്രെയിൻ ഉണ്ടാകുന്ന ആ സ്ട്രെയിൻ എങ്ങനെയുള്ളതാണ്? ഹെട്രോകാരിയോട്ടിക് ആണ്. അതായത് അവയുടെ മൈസീലിയത്തിൽ രണ്ട് പാരന്റിൽ നിന്നുള്ള ന്യൂക്ലിയസും ഉണ്ടായിരിക്കും. അതാണ് ഹെട്രോകാരിയോട്ടിക് കണ്ടീഷൻ. ആസ് യൂഷ്വലി എല്ലാ ഹൈഫയിലും നടക്കുന്ന പോലെ തന്നെ ഈ ഒരു പിക്ചറിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള ന്യൂക്ലിയസും ഇതും കൂടി മിക്സ് ചെയ്ത് ഹെട്രോകാരിയൻ കണ്ടീഷൻ ഫോം ചെയ്യാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അതിനുശേഷം ഹെട്രോകാരിയോട്ടിക് മൈസീലിയം ഫോം ചെയ്തതിന് ശേഷമുള്ള സ്റ്റെപ്പാണ് ഫ്യൂഷൻ ബിറ്റ്വീൻ ടു ന്യൂക്ലിയസ്. അതായത് കാരിയോഗമി ന്യൂക്ലിയസ് തമ്മിലുള്ള ഫ്യൂഷൻ. ഈ ഒരു കേസിൽ, പാരാസെക്ഷുവാലിറ്റിയുടെ കേസിൽ, ഫ്യൂഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നടക്കാം. അതായത് ലൈക്ക് ന്യൂക്ലിയസ്, സെയിം പാരന്റിൽ നിന്നുള്ള ന്യൂക്ലിയസ് തന്നെ തമ്മിൽ ഫ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അൺലൈക്ക് ന്യൂക്ലിയസ്, രണ്ട് പാരന്റിൽ നിന്നുള്ള ന്യൂക്ലിയസ് തമ്മിൽ അൺലൈക്ക് ആയിട്ടുള്ള ന്യൂക്ലിയസും ഉണ്ടാകാം, ലൈക്ക് ആയിട്ടുള്ള ന്യൂക്ലിയസും ഉണ്ടാകാം. അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിൽ ഫ്യൂഷൻ നടക്കുമ്പം അവിടെ ഫോം ചെയ്യുന്ന ന്യൂക്ലിയസ് എന്ന് പറയുന്നത് മെയിൻലി 5 ടൈപ്സ് ഉണ്ടാകും. അതെങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. സപ്പോസ് പാരന്റിലുള്ള ഈ ഒരു പാരന്റിലുള്ള ന്യൂക്ലിയസ് എ ആണ്, ഈ ഒരു പാരന്റിലുള്ള ന്യൂക്ലിയസ് ബി ആണെന്ന് വിചാരിക്കാം. അവിടെ ഹെട്രോകാരിയോട്ടിക് കണ്ടീഷൻ, പല രീതിയിലുള്ള ഹെട്രോകാരിയോട്ടിക് കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവ തമ്മിൽ ന്യൂക്ലിയസിന്റെ ഫ്യൂഷൻ നടന്നു. അപ്പൊ രണ്ട് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്, ചില കേസിൽ ഫ്യൂഷൻ നടക്കാതെ ഹാപ്ലോയിഡ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ഓക്കെ, 2 ടൈപ്സ് ഓഫ് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്, എ ആൻഡ് ബി സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണാം. പിന്നെ ഉള്ളത് 2 ടൈപ്സ് ഓഫ് ഹോമോസൈഗസ് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ്. അതായത് ഫ്യൂഷൻ നടക്കുന്ന ന്യൂക്ലിയസിൽ രണ്ടും പാരന്റിലുള്ള എയും തന്നെ സെയിം പാരന്റിലുള്ള ന്യൂക്ലിയസ് തന്നെ ഫ്യൂസ് ചെയ്യാം. അപ്പൊ എ ആൻഡ് ബി ഉണ്ടാകാം. അല്ലെങ്കിൽ ഡിഫറെന്റ് പാരന്റിലുള്ള രണ്ട് സ്ട്രെയിൻസിലുള്ള ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് എ ബി ആണ്. ഹെട്രോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. ഓക്കെ, അങ്ങനെ ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനും ഹാപ്ലോയിഡ് ആയിട്ടുള്ള രണ്ട് കണ്ടീഷനും ഹോമോസൈഗസ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള രണ്ട് കണ്ടീഷനും, ആകെ 5 ടൈപ്സ് ഓഫ് ന്യൂക്ലിയസ് ഈ ഒരു ഫ്യൂഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ അങ്ങനെ ഹെട്രോകാരിയോട്ടിക് മൈസീലിയം ഫോം ചെയ്തു. ചിലതില് 2 ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂഷൻ നടക്കും. എല്ലാത്തിലും 2 ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂഷൻ നടക്കുന്നില്ല, ചിലതിൽ ഫ്യൂഷൻ നടക്കും, ചിലതിൽ നടക്കില്ല. Then നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ്. അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോൾ 5 ടൈപ്പ് ന്യൂക്ലിയസ് ഉണ്ടായിരുന്നു പറഞ്ഞു. അതിൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടല്ലോ. ഏതൊക്കെയാ ഈ ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ അതിൽ വരിക? ഹോമോസൈഗസ് ആയിട്ടുള്ള ന്യൂക്ലിയസും ഉണ്ടായിരിക്കും, ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഡിപ്ലോയിഡ് ന്യൂക്ലിയസും ഉണ്ടായിരിക്കും. ഓക്കെ, എ ഉണ്ടാകാം, അല്ലെങ്കിൽ എ ബി ഉണ്ടാകാം, പിന്നെയോ
ബി ഉണ്ടാകാം, ഉണ്ടാകാം, ബി ഉണ്ടാകാം. എൻ്റെ എഴുത്ത് ഈ ഒരു കുറച്ച് ലെവലാക്കാനുണ്ട്. സോ ഈ 3 കണ്ടീഷനാണ് ഡിപ്ലോയിഡ് ആയിട്ട് ബി ഈ 3 കണ്ടീഷനാണ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ്. ആ ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് മാത്രം എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഡിപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് മാത്രം മൾട്ടിപ്ലൈ ചെയ്യും. എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും ഈ ഒരു പാരാസെക്ഷൽ കണ്ടീഷനിൽ ഹാപ്ലോയിഡ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡിനേക്കാളും വളരെ കൂടുതലായിരിക്കും. അതായത് ഒരു ഡിപ്ലോയിഡ് ന്യൂക്ലിയസിന് 1000 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് എന്നുള്ള അനുപാതത്തിലായിരിക്കും ഇവിടെ ഹാപ്ലോയിഡുകളുടെ എണ്ണം കാണുന്നത്. ഓക്കെ, എന്നാലും ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് മാത്രമാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. Then next step ആണ് ഒക്കേഷണൽ മൈറ്റോട്ടിക് ക്രോസിംഗ് ഓവർ. എന്താണ് ഈ ഒരു ഒക്കേഷണൽ മൈറ്റോട്ടിക് ക്രോസിംഗ് ഓവർ? അതായത് ഇവിടെ ഡിപ്ലോയിഡ് ന്യൂക്ലിയസിന്റെ മൾട്ടിപ്ലിക്കേഷൻ നടന്നു. ആ ഡിപ്ലോയിഡ് ന്യൂക്ലിയസിൽ മാത്രം നടക്കുന്നതാണ് മൈറ്റോട്ടിക് ക്രോസിംഗ് ഓവർ. ഇപ്പൊ ഡിപ്ലോയിഡ് എന്ന് പറയുമ്പോൾ 2n കണ്ടീഷൻ ആണല്ലോ. ആ ഒരു കണ്ടീഷനിൽ മാത്രമേ ക്രോസിംഗ് ഓവർ നടക്കുള്ളൂ. ഇപ്പൊ മൈറ്റോസിസ് നടന്നു, ഡബിൾ ആയി. ആ ഒരു ഡബിളിങ് ചെയ്യുന്ന സമയത്ത് ചില ഡിപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസിൽ എന്ത് നടക്കുകയാണ്? ഒരു ക്രോസിംഗ് ഓവർ നടക്കുകയാണ്. ഒക്കേഷണൽ ആയിട്ട് ചില ആൾക്കാരിൽ മാത്രം ക്രോസിംഗ് ഓവർ നടക്കുകയാണ്. അപ്പൊ ആ ഒരു ക്രോസിംഗ് ഓവർ നടന്നാൽ അവിടെ എന്തുണ്ടാകും? റീകോമ്പിനേഷൻ ഉണ്ടാകും. സാധാരണ നടക്കുന്ന ആ ഒരു പ്രോസസ്സ് തന്നെ റീകോമ്പിനേഷൻ അവിടെ ഉണ്ടായി. ഓക്കെ, ചിലതിൽ മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് ഓർത്ത് വെക്കുക. എല്ലാ ഡിപ്ലോയിഡ് ന്യൂക്ലിയസിലും നടക്കില്ല. Then അടുത്ത സ്റ്റെപ്പ് ആണ് സോർട്ടിംഗ് ഔട്ട് ഓഫ് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ്. ഇത് എല്ലാ കേസിലും നടക്കുന്നില്ല. ചില ഓർഗാനിസത്തിൽ മാത്രമാണ്, മെയിൻലി ആസ്പെർജില്ലസ് ന്യൂഡുലൻസിനൊക്കെ ഈ ഒരു സോർട്ടിംഗ് ഔട്ട് ഓഫ് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് നടക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒരു മൈസീലിയം ഉണ്ടായാലും അപ്പൊ ഡിപ്ലോയിഡും ഹാപ്ലോയിഡും ഹോമോസൈഗസും ഹെറ്ററോസൈഗസും ഒക്കെ ഫോം ചെയ്യുന്നുണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട്. അതില് ചില ഡിപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ ജെർമിനേഷൻ നടന്നിട്ട് യൂണിന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള കൊനീഡി ഉണ്ടാകുന്നുണ്ട്. ചിലതിൽ യൂണിന്യൂക്ലിയേറ്റഡ് ആകാം, ചിലതിൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആകാം. ഓക്കെ, മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ളതും യൂണിന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള കൊനീഡിയ ഈ ഒരു ഹൈഫയിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ യൂണിന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള കൊനീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ഫംഗസിൽ നടക്കുന്ന പ്രോസസ്സാണ് സോർട്ടിംഗ് ഔട്ട് ഓഫ് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ്. അതായത് കുറെ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ടായി. ആ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് എന്ത് ചെയ്യാണ്? ഈ യൂണിന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള കൊനീഡിയയുടെ ഉള്ളിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാണ്. അവിടെ ഏതെങ്കിലും ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ ആ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് യൂണിന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള കൊനീഡിയയുടെ ഉള്ളിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാണ്. അങ്ങനെയാണ് ഈ ഒരു ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ആ ഒരു യൂണിന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള കൊനീഡിയയുടെ ഉള്ളിലേക്ക് എത്തുന്നത്. Then next step ആണ് ഒക്കേഷണൽ ഹാപ്ലോയിഡൈസേഷൻ ഓഫ് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ്. അതായത് ഡിപ്ലോയിഡ് 2n കണ്ടീഷനിലുള്ള ന്യൂക്ലിയസ് ഉണ്ടല്ലോ, അതിന് ഹാപ്ലോയിഡൈസേഷൻ നടക്കുന്നു. ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് കൊനീഡിയ ഫ്രം ഡിപ്ലോയിഡ് മൈസീലിയം. ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള മൈസീലിയത്തിൽ നിന്ന് ഹാപ്ലോയിഡ് കൊനീഡിയ എങ്ങനെ ഉണ്ടാകുന്നത്? ആ ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള കണ്ടീഷന് എന്ത് നടക്കുകയാണ്? ഹാപ്ലോയിഡൈസേഷൻ, ഡിപ്ലോയിഡ് ഹാപ്ലോയിഡ് ആയിട്ട് മാറുകയാണ്. അവിടെ മിയോസിസ് എന്ന് പറയില്ല കേട്ടോ. ഒക്കേഷണൽ ആയിട്ട് ചില ഡിപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഹാപ്ലോയിഡൈസേഷൻ നടന്നിട്ട് ഹാപ്ലോയിഡ് കണ്ടീഷൻ ഉണ്ടാകുന്നു, അതിൽ ഹാപ്ലോയിഡ് കൊനീഡി ഉണ്ടാകുന്നു. ദെൻ ഈ ഒരു ഹാപ്ലോയിഡ് സ്ട്രെയിൻസിന്റെ സോർട്ടിംഗ് ഔട്ട്. ഇങ്ങനെയാണ് ഈ ഒരു ഹാപ്ലോയിഡ് സ്ട്രെയിൻസിന്റെ സോർട്ടിംഗ് ഔട്ട്. ഇവിടെ ഡിപ്ലോയിഡ് ന്യൂക്ലിയസിന്റെ സോർട്ടിംഗ് ഔട്ട് ആണ്. അതേപോലെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്ട്രെയിൻസിന്റെ സോർട്ടിംഗ് ഔട്ട് നടക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻകോർപ്പറേഷൻ ഓഫ് ഹാപ്ലോയിഡ് ന്യൂക്ലൈ ഇൻടു യൂണിന്യൂക്ലിയേറ്റഡ് കൊനീഡിയ. ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഫോം ചെയ്തത് എന്ത് ചെയ്യാണ്? യൂണിന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള കൊനീഡിയയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ ചില ആൾക്കാരിൽ സം മേ ജീനോട്ടിപ്പിക്കലി ഡിഫറെന്റ് ഡ്യൂ ടു ഒക്കേഷണൽ റീകോമ്പിനേഷൻ. ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് കിട്ടുന്ന ആൾക്കാരിൽ ചിലത് ഒക്കേഷണൽ ആയിട്ട് റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് എൻറ്റയർ ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സിന്റെ സ്റ്റെപ്പ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഡിപ്ലോയിഡിന്റെ മൾട്ടിപ്ലിക്കേഷൻ നടന്നിട്ട് ഒക്കേഷണൽ മൈറ്റോസിസ് എല്ലാ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരിലും നടക്കുന്നില്ല, എല്ലാ ന്യൂക്ലിയസിലും നടക്കുന്നില്ല. ദെൻ ഈ ഒരു ഡിപ്ലോയിഡ് ന്യൂക്ലിയയുടെ സോർട്ടിങ് എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരിലും എല്ലാ ഫംഗസിലും നടക്കുന്നില്ല. ചില ഫംഗസിൽ മാത്രമാണ് ഈ 2 സ്റ്റെപ്പ് നടക്കുന്നത്. എല്ലാ ഡ്യൂട്രോമൈക്കോട്ടിലും അല്ലെങ്കിൽ ഈ ഒരു പാരാസെക്ഷുവാലിറ്റി കാണുന്ന എല്ലാ ആൾക്കാരിലും ഈ ഒരു സ്റ്റെപ്പ് നടക്കുന്ന ഒരു നിർബന്ധവും ഇല്ല. ഈ ഒരു പാരാസെക്ഷുവാലിറ്റി കഴിഞ്ഞാൽ ഏതൊക്കെ ടൈപ്പ് ന്യൂക്ലിയസ് ആണ് ഫോം ചെയ്യുന്നത്? ഫസ്റ്റ് ഫോം ചെയ്യുന്നത് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആണ്. 2 പാരന്റിനും
സിമിലർ ആയിട്ടുള്ള ന്യൂക്ലിയസ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ എ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബി. ദെൻ രണ്ടാമത്തത് ചില ഹാപ്ലോയിഡ് ന്യൂക്ലിയസിൽ എന്തുണ്ടാകാം, ജനറ്റിക് റീകോമ്പിനേഷൻ, അതായത് ഡിപ്ലോയിഡിന് ക്രോസിംഗ് ഓവർ നടന്നു. ആ ഡിപ്ലോയിഡിന് എന്ത് ചെയ്യും, ഹാപ്ലോയിഡൈസേഷൻ നടന്നിട്ട് അവ രണ്ട് ഹാപ്ലോയിഡ് ആയിട്ട് മാറുമല്ലോ. ആ കിട്ടുന്ന ഹാപ്ലോയിഡ്സിൽ എന്തുണ്ടായിരിക്കും, ജനറ്റിക് റീകോമ്പിനൻസ് ആയിരിക്കും, അവ ജനറ്റിക്കലി ഡൈവേർജന്റ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ, ഡിപ്ലോയിഡ് ഹോമോസൈഗസ് ന്യൂക്ലിയൈ, ക്യാപിറ്റൽ എ ക്യാപിറ്റൽ എ. ദെൻ ഡിപ്ലോയിഡ് ഹെട്രോസൈഗസ് ന്യൂക്ലിയൈ, ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും. സോ ഈ ഒരു 4 ടൈപ്പ് ന്യൂക്ലിയസ് ആണ് നമുക്ക് ഈ ഒരു പാരാസെക്ഷുവാലിറ്റി കഴിഞ്ഞതിന് ശേഷം കിട്ടുന്നത്.